ഹലോ അസ്സലാമു അലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ വളരെ ചെറിയൊരു വീഡിയോയുമായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം വീടും പരിസരം ക്ലീൻ ചെയ്യുന്നതും വീട്ടിൽ കൃഷിക്കുള്ള ചെറിയ ഒരുക്കങ്ങൾ നടത്തുന്നതും ഒക്കെ ആയിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കൊച്ചൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഡെയിലി വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കും, പക്ഷെ ഒന്നും നടക്കുന്നില്ല കേട്ടോ. എന്താണ്, നമ്മൾ ഷോർട്ടെങ്കിലും നമ്മൾ ഡെയിലി ഇട്ട് പോകുന്നുണ്ട്. നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ വീഡിയോ ഇട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കഥയൊന്നും പറഞ്ഞാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ എന്താ, ഞാനും എൻ്റെ ചെറുക്കായും കൂടെ ഇവിടെ കുഴിയെടുക്കലും പരിപാടികളൊക്കെയാണ് കേട്ടോ. കുഴിയെടുക്കല്ല, സത്യം പറഞ്ഞാൽ ഇവിടെ കുറച്ച് ചാണകം ഇട്ടിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ വളക്കൂടുതൽ കാണുമല്ലോ. അങ്ങനെ ഞങ്ങൾ വന്ന് പുല്ല് മാറ്റിയിട്ട് ഞങ്ങൾ അവിടുത്തെ മണ്ണ് കിളച്ച് എടുക്കുകയാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും നമ്മൾ ഇവിടെ നിന്നാണ് മണ്ണെടുക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഇച്ചിരി ഇളക്കമുള്ള മണ്ണുമാണ്. അപ്പോൾ ഈ ചാണകമൊക്കെ കൊണ്ട് അവിടെ പോത്തിനെയൊക്കെ വളർത്തുന്ന ചാണകം കൊണ്ടിടുന്നുണ്ട്. പിന്നെ അതിൻ്റെ വളമെല്ലാം കൂടി മിക്സായിട്ട് കിടക്കുന്ന മണ്ണുമാണ് കേട്ടോ. ഞാനും കുറച്ച് ഇളക്കി ചെറുക്കൻ കുറേ കവറുകളാക്കി വെച്ചു കേട്ടോ. ബാക്കി ഞാനിവിടെ വന്ന് റെഡിയാക്കി എടുക്കുകയാണ്. നമുക്ക് ഈ ഗ്രോ ബാഗുകളിലെല്ലാം നമുക്ക് മണ്ണ് നിറയ്ക്കണം. കുറച്ച് ഗ്രോ ബാഗേ ഉള്ളൂ, ഇനി കുറച്ചുകൂടെ മേടിക്കണം. എല്ലാ പ്രാവശ്യവും ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ അടുക്കള മുറ്റത്തെ ചെറിയൊരു കൃഷിത്തോട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് വീട്ടിന് ആവശ്യമായ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടികളാണ് കേട്ടോ. ഇന്ന് ഒരൈറ്റം മാത്രമേ വെക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം അടുത്ത ദിവസങ്ങളിലായിട്ട് വെക്കണം. നമ്മൾ വിത്തും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യവും നമ്മുടെ പഴയ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം, നമ്മുടെ വീട്ടിൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള എല്ലാം കുറേശ്ശെ നമ്മൾ തന്നെ റെഡിയാക്കി എടുക്കും കേട്ടോ. പഴയ വീഡിയോസിൽ ചെന്ന് നോക്കിയാൽ ഇതൊക്കെ കാണാം. ഇപ്പം കുറച്ച് നാളായി വീഡിയോ ഇടാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടും ഉണ്ട് കേട്ടോ. എന്താണെങ്കിലും ഞാനും ചെറുക്കായും കൂടെ മണ്ണൊക്കെ കോരി റെഡിയാക്കുന്നുണ്ട്. ഒരു ചെറിയ ചാറ്റൽ മഴയുണ്ട്, അതൊന്നും കാര്യമാക്കുന്നില്ല. ഞങ്ങളിതാ മണ്ണൊക്കെ പിടിച്ച് ഇച്ചിരി അങ്ങോട്ട് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ കുറച്ച് ഞാൻ വരുന്നതിൻ്റെ ഇപ്പുറം തന്നെ എന്നാൽ വീടിൻ്റെ അവിടെ കൊണ്ടിട്ടിട്ട് ചാണകപ്പൊടി കുറച്ചും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഗ്രോ ബാഗിലാക്കാമെന്ന് ഓർത്തായിരുന്നേ. അപ്പം ഞാൻ വരുന്നതിൻ്റെ ഇപ്പുറം 5-6 പാക്കറ്റ് ചെറുക്കായി നിറച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പം എന്താ, അത് ഞാൻ പിടിച്ച് ഞാൻ ചെറുക്കായുടെ കൊണ്ടുപോവാണ്. അപ്പോൾ 1-2 കൊണ്ടുപോവുക പിന്നെയും വരും, ഭയങ്കര പാടില്ല. അപ്പം ചെറുക്കായുടെ ഒരു പാകത്തിന് വെച്ചിട്ട് 3 വെച്ചിട്ടുണ്ട് കൊട്ടയിലേക്ക്. അത് ഞങ്ങൾ എടുത്ത് കൊണ്ടുപോകുന്ന ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, ചുറ്റും പച്ചപ്പാണ് കേട്ടോ. എവിടെ തിരിഞ്ഞാലും പച്ചപ്പാണ്. ഒന്നാമത് നമ്മൾ വനത്തിന് ചുറ്റും മരവും ഇതും കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ അടുത്താണ്. പിന്നെ ഇപ്പം നിറച്ചും പുല്ലാണ് കേട്ടോ. ഇവിടെയൊക്കെ പശുവിനെയൊക്കെ വളർത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല, നമുക്ക് കഴിയത്തില്ല എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ നിറച്ച് എവിടെ തിരിഞ്ഞാലും പുല്ലായിട്ട് കിടക്കുന്നൊരു സ്ഥലവും കൂടാണ് കേട്ടോ. എന്താണെങ്കിലും ഞങ്ങളിതാ മണ്ണൊക്കെ വാരി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടിടുന്നുണ്ട്. മഴ തൂവുന്നുണ്ട്. മഴയ്ക്കിപ്പുറം നമുക്കിന്നിത് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നു. ഇതിനെ ഇവിടെ കൊണ്ട് മണ്ണ് കൊണ്ടിട്ടിട്ട് കുറച്ച് ചാണകപ്പൊടി കിടപ്പുണ്ട് കേട്ടോ. ഇനി അതും കൂടെ എടുത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. മിക്സ് ചെയ്യുന്നതിന് ഇപ്പുറം വേറൊരു കാര്യം തന്നെ, നമ്മൾ കൊണ്ടുവച്ചേക്കുന്ന കവറിലെ മണ്ണുകളെല്ലാം ഞാൻ അവിടെ കുടഞ്ഞിട്ട് കേട്ടോ. അല്ലാത്ത മണ്ണും എല്ലാം കൂടി ഇട്ടത് ഒറ്റക്കൊട്ട ചാണകപ്പൊടി ഉള്ളായിരുന്നു കേട്ടോ. ഞാൻ അതെല്ലാം കൊണ്ട് തൂത്തുവാരിയെടുത്ത് ഈ മണ്ണും ചാണകപ്പൊടിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. ഈ കുഴയ്ക്കുന്ന കണ്ടാൽ ഓർക്കും ചാന്ത കൂട്ടുന്നതെന്ന്. ചാന്ത കൂട്ടുന്ന കൂട്ടുകാർക്ക് ചാണകപ്പൊടി കൂട്ടുന്ന അവസ്ഥയൊന്നും ഓർത്തു നോക്കി. നമുക്കറിയാവുന്ന രീതിയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. പക്ഷേ നമ്മൾ എല്ലാ ജോലിയും അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഏതൊരു ജോലിയിൽ നിന്ന് നമ്മളെ ആരും മാറ്റി നിർത്തില്ല എന്നൊരു വിശ്വാസമുണ്ട് കേട്ടോ. അതൊരു നമുക്കൊരു ഇതാണ്. ഏതൊരു ജോലി ചെയ്യാനും മടിയുമില്ല. അത് ചെറിയൊരു അഹങ്കാരത്തോടു കൂടി തന്നെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഏതൊരു ജോലി ചെയ്യാനും നമുക്ക് മടിയില്ല. അപ്പം എന്താ, നമ്മളിതാ മണ്ണെല്ലാം എടുത്ത് റെഡിയാക്കി എടുത്തിട്ടിട്ട് പിന്നെ വീണ്ടും ഗ്രോ ബാഗിലേക്ക് തന്നെ നിറയ്ക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഫുള്ള് നിറയ്ക്കുന്നില്ല. എപ്പോൾ ഗ്രോ ബാഗ് നിറച്ചാലും അതിൽ കുറച്ച് ഇടയിട്ടിട്ട് വേണം നിറയ്ക്കാൻ. എന്താണെന്ന് വെച്ചാൽ ഏതൊരു വിത്ത് നട്ടാലും ഏതൊരു ചെടി നട്ടാലും നമുക്ക് ആ തണ്ട്, അതായത് കിളുത്ത് വരുമ്പോൾ അതിൻ്റെ മൂട് റെഡിയാകുന്നതനുസരിച്ച് നമുക്ക് വളങ്ങളും മണ്ണുകളും ഒക്കെ കുറേശ്ശെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഗ്രോ ബാഗ് ഈ പരുവത്തിന് നിറയ്ക്കാവൂ കേട്ടോ. അങ്ങനെ നിറച്ച ഗ്രോ ബാഗുകളൊക്കെ ഞാൻ അടുക്കള മുറ്റത്ത് തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചു. നമ്മുടെ അടുക്കള ഭാഗം ഒന്നും തേച്ചതല്ല കേട്ടോ. ഫ്രണ്ട് റൂമും കാര്യങ്ങളൊക്കെ തേച്ചിട്ടുള്ളൂ. അതൊക്കെ ഈ ഒരു ഭാഗം നമുക്ക് തേച്ച് മിനിക്കാൻ കിടക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഇനിയോടൊന്നും ചേരും നടക്കും തോന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ഞാനടുത്ത് ഇന്നിപ്പം നമ്മൾ കുറ്റിപ്പയർ ഇടാൻ വേണ്ടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം കുറ്റിപ്പയറാന്ന് തന്നിട്ട് ലാസ്റ്റ് അത് വള്ളി പോലെ ആയിപ്പോയിരുന്നു. ഈ പ്രാവശ്യം എന്താണെന്നറിയത്തില്ല, കുറ്റിപ്പയറാന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മളെന്താണെങ്കിലും അതൊന്ന് പാകാൻ വേണ്ടി പോവാണ് കേട്ടോ. ഒരു കവറിൽ 2 വെച്ച് 4 സൈഡിലും വെക്കാമെന്ന് ഓർത്ത. കുറ്റിപ്പയറായിരുന്നു കുഞ്ഞു ചെടിയല്ലേ, അത് ഓർത്തിട്ടാണ് ഞാൻ ഇതുപോലെ 4 മൂലയിൽ ഓരോ ഇതെടുത്തിട്ട് ആ ഓരോ കുഴിയിലും 2 വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ആ മൂടിന് ഒരു ബലം കിട്ടാൻ വേണ്ടിയാണ് 2 എണ്ണം വെച്ച് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ നമ്മളതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. കിളുക്കുവോ ഇല്ലയോ, അല്ലെങ്കിൽ പയർ പറിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വഴിയെ കാത്ത് കാണാം അല്ലേ. എല്ലാ പയറും കിളുക്കണം എന്നുമില്ല, എന്താണെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം കൂട്ടുകാരാരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടുകയും നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമ്മളെ എളുപ്പം സപ്പോർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. വീഡിയോയുടെ എന്ത് അഭിപ്രായമാണെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ നമ്മളെ ഒന്ന് അറിയിക്കണം കേട്ടോ. കമൻറ്റാണ് നമുക്ക് മുഖ്യം. കമൻറ്റ്, നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്നത്. കൂട്ടുകാരുടെ എല്ലാം സപ്പോർട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്താ നമ്മൾ പയറും കാര്യങ്ങളെല്ലാം വിത്തുകളെല്ലാം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരുവിധം നല്ല രീതിയിൽ മഴ ചാറുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ചാറ്റമഴ നല്ലതാണ്. പക്ഷെ നമ്മൾ വെള്ളം വീഴാത്ത സൈഡിലൊക്കെയാണ് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ഇപ്പോൾ എടുത്തു വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഈ 5 എണ്ണം മാത്രമേ ഉള്ളൂ വെള്ളം വീഴുന്നിടത്തിരിക്കുന്നത്. എന്താണെങ്കിലും അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്തേക്കാമെന്ന് വിചാരിച്ച് മണ്ണിന് മയം ഉണ്ട്. എന്നാൽ തന്നെയും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ചായച്ച് കൊടുക്കണം. വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വാഷ് ബേസിൻ്റെ അകത്ത് കീന്നുള്ള സൗണ്ട് കേൾക്കുന്നത്. എന്താണല്ലോ അത് കറങ്ങി കഴിഞ്ഞതായിരുന്നു. അത് പിന്നെ ഒന്നുകൂടെ പോയി കറക്കിയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും നമ്മൾ നട്ട് വെച്ച പയറിലൊക്കെ വെള്ളമൊക്കെ തളിച്ച് കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്ഥലങ്ങളല്ലാതെ കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ കൂടെ അവിടെ ഇവിടെ ആ ഏലത്തിൻ്റെ ചുവടുകളിലൊക്കെ ഒരുപാട് ഏലമൊന്നുമില്ല കേട്ടോ. ഒരു 5-6 മൂട് ഏലവേ ഉള്ളൂ. ഒരു 4 സെൻറ്റ് സ്ഥലത്തിൽ എന്തൊക്കെ കാണിക്കാവോ അതെല്ലാം ഞാൻ കാണിച്ചു വെക്കും കേട്ടോ. അവിടെയൊക്കെ ഒന്ന് ഇളക്കിയിട്ട് അവിടെയും കൂടെ ഒക്കെ പയറിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ കൊത്തിക്കൊണ്ടിരിക്കുമ്പം തന്നെ മഴ നല്ല രീതിയിൽ തൂളുന്നുണ്ട് കേട്ടോ. ഇനി എന്താവും അറിയത്തില്ല. അപ്പം പിന്നെ കുറച്ച് ചെടികൾ ഇന്ന് പറിച്ച് മാറ്റി വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഓർത്താണ് ഇന്ന് ഞാൻ ഇറങ്ങിയത്. പക്ഷെ ഒന്നും നടക്കുന്നു തോന്നുന്നില്ല കേട്ടോ. എന്താണെങ്കിലും നമ്മൾ ആദ്യം ഈ ഒരു ഏലത്തിൻ്റെ ചുവട്ടിലും കൂടെ നമ്മൾ പയറിട്ട് കൊടുക്കുന്നുണ്ട്. താഴ്ഭാഗമൊക്കെ ഞാൻ നിൽക്കുന്ന സൈഡൊക്കെ നമുക്ക് കൊത്തിപ്പറിച്ചും ചീര, നിത്യവഴുതനങ്ങ, അല്ലാത്ത പയറിൻ്റെ എല്ലാം നമ്മുടെ കയ്യിൽ സാധാ വഴുതനങ്ങയുടെ ഒക്കെ വിത്തുകൾ ഇരിക്കുന്നതെല്ലാം ഇനി നമുക്ക് പാകി റെഡിയാക്കി നമുക്ക് എടുക്കണം കേട്ടോ. അപ്പം ഇന്ന് ഈ പ്രാവശ്യം ഫസ്റ്റ് നമ്മൾ കുറ്റിപ്പയറിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത് കേട്ടോ. എന്താണെങ്കിലും ഞാൻ അവിടെ അത്രയും ഒന്ന് ഇളക്കി അവിടെയും കൂടെ ഒന്ന് പയർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോയുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാൻ മറക്കല്ല കേട്ടോ. നിങ്ങളുടെയൊക്കെ കമൻറ്റൊക്കെ കാണുമ്പം അത് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും എല്ലാം നമുക്കത് വായിക്കുമ്പോൾ ഒക്കെ കിട്ടുന്നൊരു സന്തോഷം വളരെ വലുതാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഞാൻ അതൊക്കെ പയറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ മഴ തൂകുന്നു. ഇന്ന് കുറച്ച് ബന്ദിയുടെ തയ്യെങ്കിലും ഒന്ന് മാറ്റി വെക്കണമെന്ന് വിചാരിക്കും. കൂടി നിന്ന് കഴിയുമ്പോൾ എല്ലാം പേട്ട് പിടിച്ച് പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് മഴ ചാറുന്ന സമയത്താണെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്താൽ എളുപ്പമാകുമല്ലോ, എളുപ്പം പിടിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇനി അതുകൂടെ ചെയ്യണം. ബാക്കി പയറാണ് പിന്നെ ആണെങ്കിലും പാകാമല്ലോ എന്നോർത്ത് ഞാൻ അത്രയും മാത്രം പയറിട്ടിട്ട് പയറെല്ലാം കൊണ്ടുവച്ചിട്ട് നമ്മൾ ഫ്രണ്ട് മുറ്റത്തിൻ്റെ അവിടെ വന്നു കേട്ടോ. നമ്മുടെ കാടക്കൂടി ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടമാണ്. എന്താണെങ്കിലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി നമ്മൾ അതിൻ്റെ അകത്ത് കോഴിയെ വളർത്താമെന്ന് ഓർത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ സൈഡ് വഴി ഇവിടെയൊക്കെ നമ്മൾ ചെടികളായിട്ട് ഇരുന്നതായിരുന്നേ. അപ്പം നമ്മൾ അതെല്ലാം എടുത്ത് മണ്ടയിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം വെച്ച് അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടതായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഭാഗത്ത് നിരത്തി ബന്ദി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പലതരത്തിൽ 5 ടൈപ്പിലുള്ള ബന്ദി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ അരി ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് പാകി വെക്കുന്നുണ്ട്. ഏതിൻ്റെ ആണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല കേട്ടോ. എന്താണെങ്കിലും ഞാൻ അവിടെ എല്ലാം ഒന്ന് ഇളക്കിയിട്ട് അത്രയും ഭാഗം വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം മഴ തൂകൽ നിന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും മഴ തൂകുന്നതനുസരിച്ച് വേണം അടുത്തടുത്തത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇവിടെ തറഞ്ഞു പോകുമോ ഇല്ലയോ എന്നറിയത്തില്ല. എന്താണെങ്കിലും തറഞ്ഞു പോകണമെങ്കിലും ഒന്ന് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മണ്ണിങ്ങനെ ഇളക്കി കൊടുക്കാം അല്ലേ. അപ്പോൾ എന്താണെങ്കിലും ഞാൻ അങ്ങോട്ട് നീക്കി വെക്കാമെന്ന് ഓർത്തപ്പോഴാണ് വഴിയല്ലേ വേണ്ട, അത് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ ഈ നിൽക്കുന്ന എല്ലാം ബന്ധിത്തൈകളാണ്. അപ്പോൾ ഈ ചെടിയുടെ ഇടവഴിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് ബന്ധിത്തൈ ഒന്ന് പറിച്ചെടുത്തതാണ്. ഇത്ര ബന്ധിത്തൈ പറിച്ച് എടുത്തിട്ടുണ്ട്. ഇനി വെക്കുന്ന സ്ഥലത്ത് ഒരു 5-6 മൂട് വെക്കണം എന്ന് ഓർത്ത് വെക്കുന്നിടത്ത് 2 എണ്ണം കൂട്ടിപ്പിടിച്ചിട്ടാണ് തൈ വെച്ച് കൊടുക്കുന്നത്. അതായത് ഇച്ചിരി ഒന്ന് വളർന്ന് വരുമ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ നല്ല കൊലയായിട്ട് നിൽക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ എന്താണെങ്കിലും 2 എണ്ണം ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പലതരത്തിലുള്ള ബന്ദിയായിരിക്കും ചിലപ്പം, ഏതാണെന്ന് നമുക്ക് ഒരു പിടുത്തമില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇങ്ങനെ കൂടി നിന്ന് അരി കടന്ന് കിളുത്തതുകൊണ്ട് നമുക്ക് ഒരു പിടുത്തമില്ല. ഇനി കുറേ അരി നമ്മുടെ ഈ പാകാനും ഇരിപ്പുണ്ട് കേട്ടോ.
ഇനി അതും പാകണം എന്നൊക്കെ ഓർത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യമേ ബന്ധിത്തൈയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്നവരല്ല, നമ്മുടെ അടുത്ത സംഘങ്ങളിലുള്ളവരും നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ളവർക്കൊക്കെ അവർക്കൊക്കെ കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. ഒരുപാടുണ്ട് കേട്ടോ ബന്ധിയുടെ തൈ. അപ്പം നമ്മൾ അതെല്ലാം കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. ആദ്യം നമ്മൾ നട്ടിട്ട് ബാക്കി കൊടുക്കുക എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അതുമല്ല ഒരല്പം കൂടെ ഒന്ന് ഇതായിക്കോട്ടെ എന്ന് ഇച്ചിരി കൂടെ ഒന്ന് വളർന്നിട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചു. എന്താണെങ്കിലും എൻ്റെ പരിപാടികൾ നടക്കട്ടെ കേട്ടോ. മഴ വരും പോകും, മഴ വരും പോകും, ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അങ്ങനെ നമ്മൾ ആ ഒരു സൈഡ് ഇങ്ങനെ വെച്ച് കഴിയണം. ഇത് വളർന്നു പൊങ്ങി പൂ ഇട്ട് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു സന്തോഷം കിട്ടുന്നത് അല്ലേ. ആ ഒരു നമ്മുടെ മുഖത്ത് ആ ഒരു മുട്ട് വരുമ്പം തന്നെ നമ്മുടെ മനസ്സിൽ എന്ത് ഹാപ്പി ആയിരിക്കും അല്ലേ. വാചകം ഇച്ചിരി കൂടിപ്പോകുന്നുണ്ടോ എന്ന് തോന്നുന്നു. എന്താണെങ്കിലും വയ്യ, നമ്മുടെ പരിപാടികളായിട്ട് മുന്നോട്ട് പോകും കേട്ടോ. വീഡിയോ ഓടുന്നതനുസരിച്ച് നമ്മൾ ഒന്നും പറഞ്ഞില്ല എന്നാ പറയുന്നത്, അവാർഡ് സിനിമയിൽ ഇത് ആയിപ്പോകും, പടം ഓടുന്നത് പോലെ ആയിപ്പോകും കേട്ടോ. എന്താണെങ്കിൽ ഞാൻ ആ ഭാഗങ്ങളെല്ലാം റെഡിയാക്കി നട്ടുവെച്ചു. ഇനി അപ്പുറം ഇപ്പുറം ആ കോഴിക്കോട് വെച്ചിരിക്കുന്നില്ല, അതിൻ്റെ അപ്പുറമൊക്കെ നമുക്ക് ബന്ധുത്തൈയൊക്കെ ഒരുപാട് നിൽപ്പുണ്ട്. നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ കാണിക്കാം. അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാം.